ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിന്റെ ലെഫ്റ്റിൽ ക്യാമ്പയിൻസ് ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിന്റെ ലെഫ്റ്റിൽ ഞാൻ ഒന്നും കൂടി പറയുന്നതാണ്, ക്യാമ്പയിൻസ് ക്ലിക്ക് ചെയ്യുക. ക്യാമ്പയിൻസ് ക്ലിക്ക് ചെയ്ത് താഴേക്ക് താത്ത ഇന്റർനെറ്റ് ലിസ്റ്റ് ട്രെയിനിങ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം മതി ഏറ്റവും ടോപ്പ് റൈറ്റിൽ ക്യാമ്പയിൻ സെറ്റിംഗ്സ് കാണാം. ടോപ്പ് റൈറ്റ് ക്യാമ്പയിൻ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തോളൂ. ക്യാമ്പയിൻ സെറ്റിംഗ്സ് പയ്യെ താഴേക്ക് താത്ത അവിടെ കണ്ടോ ലൊക്കേഷൻ, കണ്ടോ ലൊക്കേഷൻ, അതുമ്മ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഇപ്പൊ കേരള ആണ് ചൂസ് ചെയ്യണമെങ്കിൽ എന്റർ അനദർ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ കേരള താഴേക്ക് താത്തേ പയ്യെ അവിടെ ടൈപ്പ് ചെയ്യുക കേരള. അപ്പൊ കേരളത്തിൽ മാത്രമാണ് നമ്മുടെ മോള് കേരളം വന്നിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. വെരി ഗുഡ്. കണ്ടപ്പോ നമ്മുടെ ആഡ് കേരളത്തിൽ മാത്രമേ വരുള്ളൂ. ഇനി നമ്മുടെ ആഡ് തമിഴ്നാടിനും കൂടി വരണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും എൻ്റർ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യുക, തമിഴ്നാട് ആഡ് ചെയ്യുക. വെരി ഗുഡ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു പർട്ടിക്കുലർ സിറ്റി കൊടുക്കാം. ഇപ്പൊ സപ്പോസ് നമുക്ക് ദുബായിലും കൂടി നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ ദുബായ് കൊടുക്കാം. അവിടെ ടൈപ്പ് ചെയ്യുക ദുബായ്. ദുബായ് സെലക്ട് ചെയ്യുക. ലൊക്കേഷൻ സിറ്റി ഒക്കെ നമുക്ക് കൊടുക്കാം. സെലക്ട് ആവട്ടെ. ക്ലിക്ക് ആയിട്ട് സെലക്ട് ആയിട്ടില്ല. ക്ലിക്ക് ചെയ്തോളൂ. അപ്പൊ കണ്ടോ, അപ്പൊ നമ്മുടെ ആഡ് കേരളത്തിൽ ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ വരും, തമിഴ്നാട്ടിൽ സെർച്ച് ചെയ്യുമ്പോൾ വരും, ദുബായിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരു റൈറ്റ് സൈഡ് താഴേക്ക് താത്ത അവിടെ സേവ് ക്ലിക്ക് ചെയ്യുക. എന്നതാണ് ക്യാമ്പയിൻ സെറ്റിംഗ്സ്. ഇനി ആ ക്യാമ്പയിന് മുകളിൽ ക്ലോസ് ചെയ്യുക. ഏറ്റവും ടോപ്പ് ലെഫ്റ്റിൽ ക്ലോസ് ചെയ്യുക. വെരി ഗുഡ്. നമ്മുടെ ക്യാമ്പയിൻ, ഒരു ക്യാമ്പയിനിൽ 3 ആഡ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ഈ ക്യാമ്പയിന്റെ സെറ്റിംഗ്സ് ക്യാമ്പയിനുള്ള 3 ആഡ് ഗ്രൂപ്പിനെയും അഫക്റ്റ് ചെയ്യും. ഈ 3 ആഡ് ഗ്രൂപ്പിലുള്ള കീവേഡ് ഈ പറയുന്ന ലൊക്കേഷനിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആഡ് വരും. ഇനി എൻ്റെ ഒരു ചോദ്യം, നമ്മുടെ ഇമെയിൽ മാർക്കറ്റിംഗിന്റെ കോഴ്സ് ശരിക്കും നമ്മുടെ ആഡ് അമേരിക്കയിൽ സെർച്ച് ചെയ്യുമ്പോഴും വരണം. ഇപ്പൊ പറയുന്ന സെർച്ച് ചെയ്യുന്ന 3 ലൊക്കേഷൻ കൂടാണ്ട് അമേരിക്കയിലും സെർച്ച് ചെയ്യുമ്പോൾ വരണം. അതിനെന്ത് ചെയ്യണം? ആർക്കെങ്കിലും പറയാൻ പറ്റോ? എനിബഡി ക്യാൻ ആൻസർ? അമേരിക്കയും കൂടെ വെച്ചു കൊടുത്താ പോരെ സാർ? ഇമെയിൽ മാർക്കറ്റിംഗ് മാത്രം. ഈ ഐഡിയ പറയൂ. നോ, ഇമെയിൽ മാർക്കറ്റിംഗ് മാത്രം സെലക്ട് ചെയ്തിട്ട് ലൊക്കേഷൻ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ക്യാമ്പയിനിൽ മാത്രമാണ് ലൊക്കേഷൻ കൊടുക്കാൻ പറ്റുക. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ലൊക്കേഷൻ കൊടുക്കുന്നത് ക്യാമ്പയിനിലാണ്. ക്യാമ്പയിന് ലൊക്കേഷൻ കൊടുക്കുന്നു, ആ ക്യാമ്പയിൻ്റെ അകത്തുള്ള ആഡ് ഗ്രൂപ്പിലൊക്കെ അത് ബാധിക്കുകയാണ്. അല്ലാണ്ട് ഒരു ആഡ് ഗ്രൂപ്പിന് മാത്രമായിട്ട് നമുക്ക് ലൊക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ആവശ്യം ഇമെയിൽ മാർക്കറ്റിംഗ് നമുക്ക് ഈ പറയുന്ന ലൊക്കേഷന് കൂടാണ്ട് അമേരിക്കയിലും കൂടി നമുക്ക് ആഡ് ചെയ്യണം. അപ്പൊ കീവേഡ് ഇൻ അമേരിക്ക വെച്ച് കൊടുത്തൂടെ? ആരും പോരാ. എന്ത് ചെയ്യണം പറയൂ. ചിന്തിച്ചാൽ കിട്ടും. നിങ്ങൾ അതിലേക്ക് വരുന്നുണ്ട്. പുതിയൊരു ക്യാമ്പയിൻ ഇമെയിൽ മാർക്കറ്റിംഗിന് ഉണ്ടാക്കുകയാണോ? ഇതാരോ പറഞ്ഞേ? ഫാത്തിമയാണോ? അതെ. വെരി ഗുഡ്. നമ്മൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടി സെപ്പറേറ്റ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യണം. ക്യാമ്പയിൻ എന്താ? അതായത് പറഞ്ഞ് നമ്മുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ടാണ് നമ്മൾ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ ഈ ക്യാമ്പയിൻ്റെ അകത്ത് ആഡ് ഗ്രൂപ്പ് വേണ്ട. നമുക്ക് ഈ ആഡ് ഗ്രൂപ്പ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോസ് ചെയ്തിട്ട് നമ്മൾ ഇമെയിൽ മാർക്കറ്റിങ്ങിന് വേണ്ടി പുതിയ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യണം. വീണ്ടും ലെഫ്റ്റിൽ ക്യാമ്പയിൻസിലേക്ക് വന്നേ. ലെഫ്റ്റിൽ ക്യാമ്പയിൻസിലേക്ക് പോവാം. അതാണ് ക്യാമ്പയിൻ. നമുക്ക് നമ്മുടെ ഒരു അക്കൗണ്ടിൽ എത്ര ക്യാമ്പയിൻ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ എല്ലാവർക്കും പിടുത്തം കിട്ടിയോ? ഇല്ല. ബാക്കി എല്ലാവർക്കും പിടുത്തം കിട്ടിയോ? എന്താണ് ക്യാമ്പയിൻ ലക്ഷ്യം? മനസ്സിലായോ?
മനസ്സിലായി. അത് ഓരോ നിങ്ങൾക്ക് ഒരു ക്ലയന്റ് ഒരു വർക്കറാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് എന്റെ പ്രൊജക്റ്റ് ആണ് ഇന്റർനെറ്റ് ലീഡ് ട്രെയിനിങ്. ഞാൻ റിയൽ കാര്യങ്ങളാണ് നിങ്ങളടുത്ത് പറയണത്. ഞാൻ അതുകൊണ്ട് പറഞ്ഞു, ഇവിടെയുള്ള ഒറ്റെണ്ണത്തിന് 99% ആൾക്കാർക്കും ഗൂഗിൾ ആഡ് ചെയ്യാൻ അറിയില്ല. ഇതിന്റെ ഗെയിം വേറെയാണ്, ആൾക്കാർ വെറുതെ ചെയ്യാണ്. എന്റെ പ്രൊജക്റ്റ് ആണ് ഇന്റർനെറ്റ് ലീഡ് ട്രെയിനിങ്, എന്റെ പ്രൊജക്റ്റ് ആണ്. ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പറയാണ് എനിക്കിതില് സ്റ്റഡി അബ്രോഡ് ബിസിനസ് ഉണ്ട്. അപ്പൊ ഞാൻ പറയാണ് എനിക്ക് സ്റ്റഡി അബ്രോഡ് ബിസിനസ് ഓൾ ഇന്ത്യ ആണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്റർനെറ്റ് ലീഡ് ട്രെയിനിങ് സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പറയുകയാണ് എനിക്ക് ഓഫ്ലൈൻ കോഴ്സ് ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്, അത് ഞാൻ കേരളത്തിലുള്ളവരെ ടാർഗറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇന്റർനെറ്റ് ലീഡ് ട്രെയിനിങ് ഓഫ്ലൈൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യണം. എനിക്ക് ഓൺലൈൻ കോഴ്സ് ഉണ്ട് വേൾഡ് വൈഡ്, അതിന് വേറൊരു ക്യാമ്പയിൻ ക്രിയേറ്റ്, കാരണം വേൾഡ് വൈഡ് അതാണ് പറഞ്ഞത്. ക്യാമ്പയിന്റെ ക്ലയന്റിന്റെ ഒബ്ജക്റ്റീവുകൾ അനുസരിച്ചിട്ടാണ് ഓരോ ഒബ്ജക്റ്റീവിനും ഓരോ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യണം. കാരണം ആ ക്യാമ്പയിൻ്റെ അകത്താണ് നമുക്ക് അതിന്റെ ലൊക്കേഷനും മറ്റു കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻക്ലൂഡിങ് ബഡ്ജറ്റ്. ഞാൻ ബഡ്ജറ്റിനെ കുറിച്ചൊക്കെ അടുത്ത ദിവസം പറയും. ഞാനിപ്പോൾ ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളെല്ലാവരും ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്ങിൽ ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ അതിൽ എഡിറ്റ് ഒന്നും ചെയ്യേണ്ട. ഞാൻ കുറച്ച് ടാസ്കുകൾ തരാൻ പോവാണ്. ഈ ടാസ്കുകൾ നിങ്ങൾ നാളെ ചെയ്തിട്ട് വന്നാൽ നാളെ നിങ്ങൾ എക്സ്പെർട്ട് ആവുന്ന ദിവസമാണ്. ഞാൻ ഈ പറയുന്ന ടാസ്കുകൾ നിങ്ങൾ നാളെ ചെയ്തിട്ട് വന്നാൽ നിങ്ങൾ എല്ലാവരും എക്സ്പെർട്ട് ആവും നാളെ. ഞാൻ നാളെ നിങ്ങൾ അറ്റ് ദ എൻഡ് ഓഫ് ദ 10:30 ആകുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് ഒരു ക്ലയന്റിന് വർക്ക് തന്നാൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും പറയും ചെയ്യാൻ പറ്റുമെന്ന് പറയും. അത്രയ്ക്ക് നിങ്ങൾ നാളെ ഫുൾ എടുക്കില്ല. നാളെ വേറെ നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും അക്കൗണ്ട് സെറ്റായി, എല്ലാവരും സുൽഫി ഒഴിച്ച് എല്ലാവർക്കും അക്കൗണ്ട് സെറ്റ് ആയി. നാളെ ഞാൻ എടുക്കുന്നത് അത്രമാത്രം ടോപ്പിക്ക് നാളെ ഞാൻ കവർ ചെയ്ത് പോകും. നാളെ കൊണ്ട് നിങ്ങൾ എക്സ്പെർട്ട് ആവും. കാരണം അതിൻ്റെ ഒരു അക്കൗണ്ട് സെറ്റപ്പും ബേസിക്കും ഉണ്ട്. അത് കോൺസെപ്റ്റ് ക്ലിയർ ആണ് നിങ്ങളെല്ലാവരും. അപ്പം നാളെ ഞാൻ നിങ്ങൾ വേറെ ലെവലിലേക്കാണ് സാധനങ്ങൾ കാണിച്ച് നാളെ നിങ്ങൾക്ക് കുറേയും കൂടി ഇതിൻ്റെ കോൺസെപ്റ്റ് പക്കയാവും. ക്ലിയർ? അപ്പം ഞാൻ നിങ്ങൾക്ക് തരുന്ന ടാസ്ക്, നിങ്ങൾ ആദ്യം തന്നെ ഒരു ബുക്ക് എടുക്കുക, കൃത്യമായിട്ട് എഴുതണം. നാളെ ആരും തെറ്റിക്കരുത്. കൃത്യമായി എഴുതിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നാളെ ഈ ക്യാമ്പയിൻ ഞാൻ പറഞ്ഞ ടാസ്കുകൾ ചെയ്യാൻ പറ്റൂ. 1 ടാസ്ക് 1 എഴുതാം. എല്ലാവരും ബുക്കും പെന്നും എടുത്ത് എഴുതണം. എല്ലാവരും ബുക്കും പെന്നും എടുത്ത് എഴുതാം. ബുക്ക് എടുത്തോ? അവസാനം എനിക്ക് എഴുതി തെറ്റി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് എല്ലാവരും എഴുതണം, എന്നാലാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ടാസ്ക് 1. ഓക്കെ. ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്ങിൽ 3 ആഡ് ഗ്രൂപ്പ് ഉണ്ട്. ഓരോ ആഡ് ഗ്രൂപ്പിലും 5 കീവേഡ് ആഡ് ചെയ്യണം. അതായത് SEO ട്രെയിനിങ്ങിന്റെ അകത്ത് ഒരു 5 കീവേഡ് ആഡ് ചെയ്യണം. PPC ട്രെയിനിങ്ങിന്റെ അകത്ത് ഒരു 5 കീവേഡ് ആഡ് ചെയ്യണം. ഇമെയിൽ മാർക്കറ്റിങ്ങിന്റെ അകത്ത് ഒരു 5 കീവേഡ് ആഡ് ചെയ്യണം. അതാണ് ടാസ്ക് 1. റൈറ്റ് 5 keywords under each ad group. അതാണ് ടാസ്ക് 1. എഴുതിയിരിക്കട്ടെ എല്ലാവരും, വളരെ കൃത്യമായിട്ട് തന്നെ എഴുതിയിരിക്കണം. ടാസ്ക് 1 ക്ലിയർ ആയോ? ടാസ്ക് 2. നിങ്ങൾ ഈ 3 ആഡ് ഗ്രൂപ്പിലും ആഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഹെഡ്ലൈനിൽ 30, ഡിസ്ക്രിപ്ഷനിൽ 90. നിങ്ങൾ എന്ത് ചെയ്യണം? ചാറ്റ് GPTയുടെ സഹായത്തോടു കൂടിയോ എന്തൊക്കെ സഹായത്തോടു കൂടിയിട്ട് ആ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതിൽ ഹെഡ്ലൈൻ 1, 2, 3 മാത്രം മതി. ഹെഡ്ലൈൻ 1, 2, 3. മനസ്സിലായല്ലോ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? അതായത് ഹൃദിക സ്ക്രീൻ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് ഓപ്പൺ ചെയ്തേ. SEO ട്രെയിനിങ് ഓപ്പൺ ചെയ്തേ. അവിടെ ലെഫ്റ്റ് സൈഡിലെ ആഡ് ഓപ്പൺ ചെയ്തേ. ആ ആഡ് എഡിറ്റ് എടുക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് പയ്യെ താഴേക്ക് താത്താം. ഇപ്പൊ ഇവിടെ വെയിറ്റ് അവിടെ കണ്ട SEO ട്രെയിനിങ് കൊച്ചി, അതൊക്കെ SEO എന്നുള്ളത് ക്യാപിറ്റൽ ആക്കുക, T ക്യാപിറ്റൽ ആക്കുക, K ക്യാപിറ്റൽ ആക്കുക, അങ്ങനെ അത് ബ്യൂട്ടിഫുൾ ആക്കുക. ക്ലിയർ?
ഹെഡ്ലൈൻ അത് SEO ട്രെയിനിങ് കണ്ട. SEO ട്രെയിനിങ് കൊച്ചി, വീണ്ടും SEO ട്രെയിനിങ് കേരള വേണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ SEO ട്രെയിനിങ് കൊച്ചി കേരള ഇടാം. എന്നിട്ട് വേണമെങ്കിൽ തൊട്ട് താഴെ എഴുതാം നമ്പർ 1 SEO ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെ ആഡ് ബ്യൂട്ടിഫുൾ ആക്കാം. താഴേക്ക് വരാം. ബേസിക്കലി എല്ലാ ആഡ് എഡിറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു. ഡിസ്ക്രിപ്ഷൻ കണ്ടോ, 90 ക്യാരക്ടേഴ്സ് പറ്റും. അപ്പോൾ വീണ്ടും അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഒക്കെ ഇട്ട് വീണ്ടും നിങ്ങളുടെ ആഡിൽ വേറെ കാര്യങ്ങൾ എഴുതാം. ഡിസ്ക്രിപ്ഷൻ 1ലും ഡിസ്ക്രിപ്ഷൻ 2ലും. അത് നിങ്ങൾ നെറ്റിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടി. 3 ആഡും നിങ്ങൾ ഭംഗിയാക്കണം. വീണ്ടും ബാക്കിലേക്ക് വരാം. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഗുഡ്. ഏറ്റവും മുകളിൽ ക്ലോസ് ചെയ്താൽ മതി. ഏറ്റവും മുകളിൽ ടോപ്പ് ലെഫ്റ്റിൽ ക്ലോസ് ചെയ്യാം. വീണ്ടും ക്യാമ്പയിൻസിലേക്ക് വരാം. നല്ലൊരു ടാസ്ക് ആണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ക്യാമ്പയിൻ്റെ അകത്ത് പുതിയൊരു അതാണ് ടാസ്ക് നമ്പർ 3 എഴുതാം. ടാസ്ക് നമ്പർ 3 ഞാൻ പറഞ്ഞത് ഈ ടാസ്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നാളെ വേറെ ലെവലാണ്. നാളെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വേറെയാവും. ടാസ്ക് നമ്പർ 3 പുതിയൊരു ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഈ ക്യാമ്പയിനിൽ തന്നെ അണ്ടർ ദിസ് ക്യാമ്പയിൻ ക്രിയേറ്റ് ന്യൂ ആഡ് ഗ്രൂപ്പ്. ആ ആഡ് ഗ്രൂപ്പിന്റെ പേരാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കോഴ്സ്, SMM. ആഡ് ഗ്രൂപ്പിന്റെ പേരാണ് SMM. ആ ആഡ് ഗ്രൂപ്പിന്റെ അണ്ടറിൽ 10 കീവേഡ് ആഡ് ചെയ്യുക. ആഡ് ഗ്രൂപ്പിന്റെ അണ്ടറിൽ 10 കീവേഡ് ആഡ് ചെയ്യുക. എന്നിട്ട് അതിലെ ഒരു ആഡും ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ബേസിക്കലി ഈ ക്യാമ്പയിനിൽ 4 ആഡ് ഗ്രൂപ്പ് ഉണ്ടാവും. ഇത് എത്രാമത്തെ ടാസ്ക് പറഞ്ഞേ? മൂന്നാമത്തെ ടാസ്ക്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഗുഡ്. 10 കീവേഡ് ആഡ് ചെയ്യണം. അതായത് 4ാമത്തെ ഒരു ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ആഡ് ഗ്രൂപ്പിന്റെ പേരാണ് SMM, അതായത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കോഴ്സ്. ക്ലിയർ? under that ad group add 10 keywords. ഒരു ആഡും ഒരു 10 കീവേഡ്സും ക്രിയേറ്റ് ചെയ്യാം. ഇത് എത്രാമത്തെ ടാസ്ക്? തേർഡാ? ഗുഡ്. ഇനി ടാസ്ക് നമ്പർ 4. ടാസ്ക് നമ്പർ 4 പുതിയ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യണം. പുതിയ ക്യാമ്പയിൻ, ക്രിയേറ്റ് എ ന്യൂ ക്യാമ്പയിൻ. അപ്പൊ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്യണം, സെർച്ച് ക്ലിക്ക് ചെയ്യണം, ലീഡ് ഒക്കെ ബേസിക് സ്റ്റെപ്പ് അതുപോലെ തന്നെ. സെർച്ച് ക്ലിക്ക് ചെയ്യണം, ലീഡ് ക്ലിക്ക് ചെയ്യണം, ക്യാമ്പയിന്റെ പേരിടണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആ ക്യാമ്പയിന്റെ അകത്ത് ആ ക്യാമ്പയിന്റെ പേരെന്ന് പറയുന്നത് ബിസിനസ് അനലിസ്റ്റ്. ആ ക്യാമ്പയിന്റെ പേരെന്ന് പറയുന്നത് ബിസിനസ് അനലിസ്റ്റ്. ആ ക്യാമ്പയിൻ ടാർഗറ്റ് ചെയ്യേണ്ടത് ഖത്തറും ഒമാനുമാണ്. അവിടെ എഴുതണം ടാർഗറ്റ് ചെയ്യേണ്ടത് ഖത്തർ, ഒമാൻ. ക്ലിയർ? ആ ക്യാമ്പയിൻ ടാർഗറ്റ് ചെയ്യേണ്ടത് ഖത്തറും ഒമാനുമാണ്. ക്ലിയർ? ഇനി ആ ക്യാമ്പയിൻ്റെ അകത്ത് 2 ആഡ് ഗ്രൂപ്പ് വേണം. ഒരു ആഡ് ഗ്രൂപ്പിന്റെ പേരാണ് എക്സൽ ട്രെയിനിങ്. അതിൻ്റെ അകത്ത് ഒരു 10 കീവേഡ് ആഡ് ചെയ്യണം. 2ാമത്തെ ആഡ് ഗ്രൂപ്പിന്റെ പേരാണ് പവർ BI ട്രെയിനിങ്. അതിൻ്റെ അകത്തും 10 കീവേഡ് ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റിംഗ്. ഇത്രയും ടാസ്ക് ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും? എല്ലാവരും നിർബന്ധമായും ടാസ്ക് ചെയ്തിട്ട് വരണം. ഓക്കെ സർ.